رمضان 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 السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമളാനിനെ പരിചയപ്പെടുത്തി സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വലിയ ഒരു സംഭവമുണ്ട്. ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന് മാർഗദർശനമായി പടച്ച റബ്ബ് അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഖുർആനിൻ്റെ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. റമളാനിൽ ഖുർആനിൻ്റെ പാരായണത്തിന് നാം സമയം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആനിനോട്, റമളാനിനോട് കടപ്പാട് വീട്ടിയവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആരെങ്കിലും ഒരു അക്ഷരമോദിയാൽ ഫലഹു ബിഹി ഹസന, അവൻക്കൊരു നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിന് 10 ഇരട്ടിയാണ് പ്രതിഫലമുള്ളത്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു അക്ഷരമായിട്ട് ഞാൻ എണ്ണൂല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, എങ്കിലും അലിഫ് ഒരു അക്ഷരമാണ്, ലാമ് വേറെ ഒരു അക്ഷരമാണ്, മീം വേറെ ഒരു അക്ഷരമാണ്. 3 അക്ഷരത്തിന് 30 ഇരട്ടി പ്രതിഫലമാണ് എന്ന്. ഇവിടെ ഒരുപാട് പഠിക്കാനുണ്ട്. അർത്ഥമറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നത്, അർത്ഥമറിയാതെ ഖുർആൻ ഓതുന്നത്. അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാലും കൂലിയുണ്ട് എന്നാണ് മുത്തുനബി ഇവിടെ പറയുന്നത്. കാരണം അലിഫ് ലാം മീം എന്നുള്ളതിൻ്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടില്ല. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഏറ്റവും അറിയാമെന്നാണ്. അപ്പോൾ അർത്ഥമറിയാതെ ഓതിയാൽ തന്നെ 30 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇനി ഖുർആൻ ഓതാൻ അറിയില്ലേ? ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചെറുപ്പകാലത്ത് ഖുർആൻ കൃത്യമായി പാരായണ പരിശുദ്ധി പഠിക്കാൻ കഴിയാത്ത ആളുകൾ, അവരും സങ്കടപ്പെടേണ്ടതില്ല. വിശുദ്ധ റമളാനിൽ ഖുർആനുമായി ഹക്ക് വീട്ടാൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുന്നു 3 കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. അതിലൊന്ന് പറയുന്നത് അന്നളുറു ഇലൽ ഖുർആൻ, ഖുർആനിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. കണ്ണിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. ഖുർആനിലേക്ക് നോക്കിയാൽ വലിയ പ്രതിഫലമാണ്. വന്നളുറു ഇലാ വജ്ഹി ഉമ്മി, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. നമ്മുടെ കണ്ണിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ, കണ്ണ് സംശുദ്ധമാകാൻ. അതുപോലെ തന്നെ വന്നളുറു ഇലൽ കഅബ, കഅബയിലേക്ക് നോക്കിയിരിക്കലും പുണ്യമാണ്. അപ്പോൾ ഖുർആനിലേക്ക് നോക്കിയിരുന്നാലും പുണ്യമാണ്. ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ തന്നെ അവൻക്ക് 10 ഇരട്ടി പ്രതിഫലമാണ്. അപ്രകാരം തന്നെ ഖുർആൻ ശരിക്കും അതിൽ ലയിച്ചുകൊണ്ട് നമ്മൾ പാരായണം നടത്തുന്നുവെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാണ്, ഉദ്ദേശങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്, നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിനെയും ഖുർആനിനെയും ഒപ്പം പറഞ്ഞിട്ട് പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദ്, നോമ്പും ഖുർആനും അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. നോമ്പ് അള്ളാഹുവിനോട് പറയുമത്രേ, ഐ റബ്ബി മനഅതുഹു അത്അമ വശഹവ, അള്ളാഹുവെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഭക്ഷണത്തെ ഞാൻ തടഞ്ഞു വെച്ചു, വിചാരങ്ങളെ ഞാൻ നിയന്ത്രിച്ചു. അള്ളാഹ് നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ പരിശുദ്ധി ഇവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഫശഫ്ഇനി ഫീഹി, അതുകൊണ്ട് ഇവൻ്റെ വിഷയത്തിൽ എന്നെ നീ ശുപാർശകനാക്കണേ എന്ന് ഖുർആൻ പറയുമത്രേ. ഐ റബ്ബി മനഅതുഹു അന്നൗമ, ഈ മനുഷ്യൻ്റെ ഉറക്കിനെ ഞാൻ തടഞ്ഞു വെച്ചിട്ട് ഇവൻ എന്നെ പാരായണം നടത്താൻ മുന്നോട്ട് വന്നവനാണ്. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, ഇവനെ അള്ളാഹുവേ ഇവൻ്റെ വിഷയത്തിൽ എന്നെ ശുപാർശകനാക്കണേ. ഖുർആൻ ശുപാർശ ചെയ്ത് സ്വർഗത്തിലെത്തുന്നവരിൽ ഉൾപ്പെടാൻ സാധിക്കും. എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആന വഅമില ബി ഉൽബിസ വാലിദാഹു താജൻ യൗമിൽ ഖിയാമ. ഒരാൾ ഖുർആൻ ഓതി ആ ഖുർആൻ അനുസരിച്ച് ജീവിതക്രമം ഒരുക്കി പരിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അത് കാരണം അവൻ്റെ മാതാപിതാക്കൾക്ക് നാളെ കോടാന കോടി മനുഷ്യരൊരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ ഭൂമിയിൽ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് കിരീടമണിയിച്ചു കൊടുക്കും അവൻ്റെ മാതാപിതാക്കൾക്ക്. അപ്പം നമ്മുടെ മക്കളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുകയും ഖുർആനിൻ്റെ പഠനത്തിന് വേണ്ടി അവസരമൊരുക്കുകയും ഖുർആനിൻ്റെ പരിശുദ്ധിയിലൂടെ ജീവിതക്രമം ഒരുക്കാൻ അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്താൽ
അത് കാരണം നാളെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് കിരീടമണിയിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് റമദാനിൽ ഇങ്ങനെയുള്ള സൗഭാഗ്യത്തിൻ്റെ വലിയ പ്രതിഫലത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ജീവിതക്രമം ഒരുക്കിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് പറഞ്ഞു വന്നത്. ദീർഘമാക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തി വിജയം നേടുവാനും നമ്മയൊക്കെ തിരഞ്ഞെടുക്കട്ടെ. അള്ളാഹുവേ തമ്പുരാനെ, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ റബ്ബെ, എതിരായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തല്ല റബ്ബെ. റമദാനിൽ പരമാവധി സൽക്കർമ്മങ്ങൾ കൊയ്തെടുക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റബ്ബെ. അതിനുവേണ്ടി വഴിയൊരുക്കുന്ന ഈ വിജ്ഞാനത്തിൻ്റെ വഴി, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ റബ്ബെ. അള്ളാഹുവെ സ്വീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം സ്വല്ലി അലാ ജമീൽ الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.